സലെ അൽ ജഫ്രാവി കേട്ടിട്ടുണ്ടോ ഈ പേര്? എവിടെയോ കേട്ട ഓർമ്മയുണ്ട്. ഇവനാണ് ഒക്ടോബർ 7-ന് എന്താണ് ഇസ്രായേലിലേക്ക് ഹമാസ് മിസൈലുകൾ അയച്ചപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്താ ഭംഗി എന്നൊക്കെ പറഞ്ഞത്. ഇവൻ തന്നെ കരയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവൻ ആരാണെന്ന് ശരിക്കും ആരാണെന്ന് അറിയാമോ? ഇവനെ അറിയപ്പെടുന്നത് ഫാഫോ എന്നാണ്. ഫാഫോ, നമ്മുടെ ഫാഫയല്ല, ഫഹദ് ഫാസിലല്ല, ഫാഫോ. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മിസ്റ്റർ ഫാഫോ അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് എന്നാണ്. അതായത് ഇതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കഴമ്പ് കാണിക്കുക അണ്ണാക്കി കിട്ടുക എന്നുള്ളതാണ്. മനസ്സിലായ? ഇത് കാണിക്കുക എന്നുള്ളത്. കാരണം ഇവൻ അവിടുത്തെ ഒരു ജോണി സിൻസ് ആകാൻ നോക്കിയതാണ്. ജോണി സിൻസ് ആരെന്ന് അറിയാമോ? അറിഞ്ഞൂടാ? അത് ഈ ലോകത്ത് പല സ്ത്രീകളുടെ വിഷമം മാറ്റി കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ജോണി സിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം പല പല ജോലികൾ ചെയ്യാറുണ്ട്. പ്ലംബറായിട്ടും ഡോക്ടറായിട്ടും നഴ്സായിട്ടും ചിലപ്പോൾ രോഗിയായിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ഒരാളാണ്. സ്ത്രീകളുടെ വിഷമം മാറ്റി കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരാളവൻ നോക്കിയതാണ് അദ്ദേഹം. പല പല ജോലികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഫ്രീഡം ഫൈറ്ററായിട്ട് തോക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിറ്റേ ദിവസം ഇങ്ങനെ ബ്ലഡ് ഡോണറാണ്. അത് കഴിഞ്ഞ് എന്താണ് ഏതെങ്കിലും ഒരു വളർത്തച്ഛൻ, കുട്ടിയുടെ വളർത്തച്ഛനായിട്ട് വരും. അത് കഴിഞ്ഞ് ഒരിടത്തിൽ പേഷ്യൻ്റ് ആയിട്ട് കിടക്കും. അത് ഇസ്രായേലിലെ പട്ടാളം ആക്രമിച്ച് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ചില സമയത്ത് വാർ, അതായത് മാധ്യമപ്രവർത്തകനായിട്ട് യുദ്ധം കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകനായിട്ടൊക്കെ വരും. ചില സമയത്ത് എന്താണ് റേഡിയോളജി ടെക്നീഷ്യനായിട്ട് അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ രോഗിയായിട്ടും വരാറുണ്ട്. പിന്നെ ടൂർ ഗൈഡായിട്ടും വരും. ഇങ്ങനെ പല പല ഏത് രൂപത്തിൽ എപ്പം എവിടുന്ന് വരും എന്നറിയത്തില്ല. എന്തായാലും പല പല അവതാരമാണ്. അതെ, അവതാരപ്രവയുടെ അവൻ ഇന്നലെ ചത്തു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയും. അവൻ ഇന്നലെ ചത്തു. അതാണ് പുതിയ വിവരം. എങ്ങനെയാണ് ചത്തത്? അതായത് അവിടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറിയപ്പോൾ അവിടെ മിലീഷ്യ എന്ന് പറയുന്ന മറ്റൊരു ഗ്യാങ് ഉണ്ട്. അത് വേറൊരു വേട്ടവിളയന്മാര്. അവന്മാരും ഈ പറയുന്ന ഹമാസും തമ്മിൽ അടിയായി. അതായത് ഈ ഗാസ അവന്മാർക്ക് വേണമെന്ന് പറഞ്ഞ് മിലീഷ്യ ഇറങ്ങി. മിലീഷ്യയുടെ തലവന തട്ടാനുള്ള ശ്രമമൊക്കെ ഹമാസ് നടത്തി. അത് ചീറ്റിപ്പോയി. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് തുടങ്ങിയത്. 10-27 പേര് മരിച്ചു. അപ്പൊ 27 പേരെ ഇനി മരണം കൊണ്ട് എന്താ പറയാ, ആരുടെ തലയിൽ ഇടാൻ പറ്റില്ല? ഇസ്രായേലിന്റെ തലയിൽ ഇടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അതാണ് നമ്മൾ ഈ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവന്മാര് ചത്തോളൂ എന്ന് പറയുന്ന പോലെയാണ് ഹമാസും ഈ മിലീഷ്യ എന്ന് പറയുന്ന ഗ്യാങ്ങും തമ്മിൽ ആണ് അടി തുടങ്ങിയിരിക്കുന്നത്. ഗസയുടെ പരമാധികാരത്തിൽ കൺട്രോളിന് വേണ്ടിയാണ് ഇപ്പോൾ അടി നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനിടയ്ക്കാണ് ഈ വേട്ടാവളിയിൽ മരിച്ചു എന്നൊരു വാർത്ത വരുന്നത്. ഇത് അവിടുത്തെ ഈ പ്രൊപ്പഗണ്ട വീഡിയോകൾ നിർമ്മിക്കുന്ന അവിടെ തന്നെയാണ്. മറ്റേ കുഞ്ഞിന്റെ ഇവിടെ നിന്ന് ചോര പറഞ്ഞത്, മരിച്ചു കിടക്കുന്നത്, അമ്മ കരയുന്നത്, അച്ഛൻ ഇരുന്ന് വിലപിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു തെരുവ് നടൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ. അപ്പോൾ ഇവൻ എന്തായാലും ഇപ്പം ഈ അൽ ജഫ്രാഫിയെ കൊന്നത് മിലീഷ്യയാണെന്ന് പറയുന്നുണ്ട്. അതല്ല ഹമാസ് തന്നെ തീർച്ചയാണെന്ന് പറയുന്നുണ്ട്. സംഭവം ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഇവ ഇതിന്റെ ഇടയിൽ കയറി മധ്യസ്ഥത ഉണ്ടാക്കാൻ പോയി, അങ്ങോട്ട് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് തീർത്തെന്നുള്ളതാണ്. അവിടെ നമ്മളിപ്പോ അറിയാൻ പറ്റുന്ന മറ്റേ ടീമല്ല, ഇവന്റെ ടീമിന് പണി കിട്ടിയത്. ഏത് ടീമായാലും പണി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ അങ്ങനെ ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഈ കൊല്ലണ്ട എന്ന് പറഞ്ഞു ചെന്ന് കയറി കൊടുത്ത് അമ്മ വെട്ടി പീസാക്കി. അതാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത്, പിരുത്തുകളാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ അതിന് ഇനിയിപ്പോ അതിനിപ്പോ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം ഹർത്താലാണോ അറിയില്ല. കേരളമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, കേരളത്തിൽ നാളെ ഇവന്റെ പേരൊക്കെ പറയാൻ പറ്റില്ല. അല്ല, ഇവനെതിരെ ഹർത്താൽ നടത്തൂല. ഇവന്റെ പേര് നാക്കി കുടുങ്ങി കളയും. അൽ ജഫ്രാഫി, അൽ ജഫ്രാഫി അത് പറയുമ്പോ തന്നെ ഒരു ദിവസം ജഫ്രാഫി എന്തായാലും ആവിയായിട്ട് പോയി കഴിഞ്ഞു. ഇനി അപ്പൊ അടുത്ത ഇങ്ങനെ വാർത്തകൾ വരുന്നു. അപ്പൊ ഇപ്പൊ യൂട്യൂബ് ഇവന്റെ വീഡിയോകൾ പൊക്കിക്കൊണ്ടുവരണം. ഈ ഒക്ടോബർ 7 വീഡിയോ, ഒക്ടോബർ 7 ഇവർ ആകാശത്ത് നോക്കി പറഞ്ഞില്ലേ, ആ വീഡിയോകളും പൊക്കിക്കൊണ്ടുവരികയാണ്. അത് മാത്രമല്ല തിരിച്ചു കിട്ടിയ വരുന്ന മോങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ട്, അതും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുത്തനാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വാർത്തകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാനിലും അവിടെ ഒരു സംഘടനയുണ്ട്, തെഹ്രീക്ക് താലിബാൻ പോലെ തന്നെ. തെഹ്രീക്ക് താലിബാൻ പോലെ തന്നെ പാകിസ്ഥാനിൽ മറ്റൊരു സംഘടനയുണ്ട്. അവര് ഇപ്പോ ഈ ഗാസ എന്താ പറയുക, ഗാസയുടെ പേരിൽ അവർ തമ്മിലടിക്കുകയാണ്. അവര് പാകിസ്ഥാൻ ആർമിയെ അടിക്കുന്നു. നമ്മൾ ഈ ഗാസ പാലസ്തീൻ എവിടെ കിടക്കുന്നു, നമ്മൾ ഇവിടെ ഉള്ള പറയില്ലേ, കേരളത്തിലെ ഉള്ളവർക്ക് ഗാസ എവിടെന്ന് വെച്ചാൽ ഗാസ അത് ഇസ്രായേലിന്റെ ആ ഭാഗത്ത് എവിടെയല്ലേ എന്ന് പറയുന്ന പോലെ ഗാസ എവിടെ കിടക്കുന്ന ഗാസയ്ക്ക് വേണ്ടി ഇവിടെ ഐക്യദാർഢ്യം ഉണ്ടാക്കുന്ന പോലെ എവിടെ കിടക്കുന്ന ഗാസയ്ക്ക് വേണ്ടി ഇവർ തമ്മിലടിക്കുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഈ പറയുന്ന വണ്ടിയൊക്കെ ജീപ്പൊക്കെ
പിടിച്ചെടുത്തോണ്ട് പോകുക, ആ ജീപ്പ് ആർമിയെ കൊല്ലുക, എന്നിട്ട് ആ ജീപ്പ് എടുക്കുക, ആ ജീപ്പ് കറങ്ങി നടന്ന് വീണ്ടും ആൾക്കാരെ കൊല്ലുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ബ്ലാക്ക് കാറ്റ്സിനെയോ കരിമ്പൂച്ചയോ കരിങ്കുരങ്ങിനെയൊക്കെ ഇറക്കിയെന്നൊക്കെ പറയുന്നു പാകിസ്ഥാൻ ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയേ. അപ്പൊ അത് കരി ചൗബാലിയല്ല ഇറങ്ങിയതായിരിക്കും. അസീം മുനീർ തന്നെ ഇറങ്ങിയ മുനീർ കരി തേക്കണമെങ്കിൽ ഒറ്റ കാര്യത്തിന് ഇറങ്ങുള്ളൂ, അത് ഇവിടുന്ന് രാജ്യം വിടാനായിരിക്കും. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല എന്ന് ബലൂച്ചികളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് ഇപ്പൊ ബിഒകെയില് പ്രസിഡന്റ് നടക്കണല്ല മുനീർ അല്ലെങ്കിൽ ഷെരീഫായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഒരു വിദേശകാര്യ മന്ത്രി എടുത്തോണ്ടല്ല ഖോജ ആസിഫ്, അവനാണ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ആ രാജ്യത്തെ നശിപ്പിച്ചോണ്ടിരിക്കണത്. മാർക്കെല്ലാം ഒരു ലോഡ് കരി വേണ്ടി വരും എന്നുള്ളതാണ്. ലാസ്റ്റ് ഇവിടുന്ന് മുങ്ങണ്ടേ മൊത്തം മറ്റേ ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ എണ്ണയും തേച്ച് കരിയായിട്ട് മോഷ്ടിക്ക് ഇറങ്ങുന്ന പോലെ കരിയും തേച്ച് പറഞ്ഞ നാട് വിടേണ്ടി വരും. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ അഫ്ഗാൻ ഒരു സൈഡിൽ നിന്ന് അടി തുടങ്ങി, പിഒകെ വേറെ സൈഡിൽ നിന്ന് തുടങ്ങി, ബലൂചിസ്ഥാൻ വേറെ, പഞ്ചാബ് സിന്ധ് വേറെ. ഈ പാലസ്തീൻ ഗാസയ്ക്ക് പിന്തുണ കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇറങ്ങി അവിടെ അടിക്കുന്നു. അപ്പം ഒരു ഗ്യാപ്പ് ഇതാണ് മോദി പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അത് അല്ല, നമ്മള് നോക്കുന്നില്ല, നമുക്ക് അടിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ലെന്നേ. കാരണം യവന്മാർ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അതായത് നിർത്തി അടിയടേ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്വാസം വിടാൻ സമയം കൊടുക്കുന്നില്ല, ഒരു ബ്രീത്തിങ് സ്പേസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് ഇവന്മാര് അവസാനം ഇവന്മാരെ അടിയൊക്കെ നിർത്തി ഇവന്മാരൊന്ന് ശ്വാസം എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അടിക്കുന്നത്. ഓ സമാധാനം, എല്ലാവരും തീർന്നില്ലടാ, അതേ വരുന്നു ഇന്ത്യ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് യുദ്ധം നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രേമിയായിട്ടുള്ള ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു, എന്താണ് ഇതൊന്നും നിർത്തണേ, ഈ നോബൽ പോയി, ഈ വർഷത്തെ നോബൽ പോയി, അടുത്ത വർഷമെങ്കിലും പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ നെതന്യാഹു എന്തോന്നു ചെയ്തു, നിങ്ങൾക്ക് നോബൽ വേണം, നിങ്ങൾക്ക് നോബൽ കിട്ടിയാൽ പോലെ നിങ്ങൾ ഇസ്രായേലിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ട്രംപിനെ വിളിച്ചുകൊണ്ട് ഇസ്രായേലിൽ പോയി. തങ്ങി വെച്ച് ഇസ്രായേലിന് നോബൽ പ്രൈസ് വേറെ വഴിക്കുന്ന പഴയ നോബലൊക്കെ ആക്രി വിലക്കൊക്കെ വിൽക്കലുണ്ടാന്നൊക്കെ അറിഞ്ഞ് ട്രംപ് അങ്ങോട്ട് പോയി. ഇസ്രായേലിൽ പോയി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ 2 പാർലമെന്റിലുള്ള സെനറ്റ് മെമ്പർമാർ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി, എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നെതന്യാഹു പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ചെരുപ്പറി ഷൂസറിയൊക്കെ നടക്കും, ഇവിടെ ഷൂസറിയുടെ കാലമാണ് ഇപ്പം, നീ എടുത്ത് വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്മാരെ പിടിച്ചോണ്ട് പോയി. ട്രംപിന് ഒരു സ്വർണ്ണ പ്രാവ് സമ്മാനമായിട്ട് കൊടുത്തു, അതായത് സ്വർണ്ണത്തിലുണ്ടാക്കിയ ഒരു പ്രാവ്. ഇല്ല, ഇസ്രായേലിലും ഇല്ല, ഇവിടെയും ഇല്ല, അമേരിക്കയിലും ഇല്ല. പ്രാവ് കൊടുത്തതിന്റെ മാടപ്രാവും സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. അണ്ണൻ വെള്ളരിപ്രാവല്ല, അണ്ണൻ സ്വർണ്ണപ്രാവാണ്. അണ്ണൻ നോവൽ ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരമോന്നത ബഹുമതിയാണത് അണ്ണന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ട്രംപ് എനിക്കറിയാം ഞാൻ സംഭവമാണെന്ന്, എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ട്രംപ് പോയി. അതിന്റെ പിന്നാലെ നെതന്യാഹു ഒന്ന് അടി നിർത്തണം. എനിക്കാണെങ്കിൽ നെതന്യാഹു എന്ന് പറഞ്ഞാൽ യുദ്ധക്കൊതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില അലുവ കൊതിയന്മാരെ കണ്ടിട്ടില്ല, അതുപോലെ നെതന്യാഹുവിന് യുദ്ധം ഇല്ലാതെ പറ്റൂല. കാരണം യുദ്ധം നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം അറസ്റ്റിലാവും നെതന്യാഹു. ഹമാസായിട്ട് അതായത് നമ്മളെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ശ്വാസം പിടിച്ച് നിൽക്കുന്ന പോലെയാണ് ഇപ്പൊ നെതന്യാഹു നിൽക്കുന്നത്. ശ്വാസം പിടിയില്ല, കൊണ്ടിട്ട് നല്ല ഭൂമിയിൽ ഇടിച്ചിട്ട് പേര് ജനമൈത്രി പോലീസ്. അത് തന്നെ, ജനമൈത്രി തുടങ്ങിയ സമയത്ത് പോലീസുകാർ അഭിനയിച്ച് നിൽക്കുമായിരുന്നു വൈകുന്നേരം വരെയൊക്കെ. ഇടക്കിടക്ക് പ്രതികളുടെ നിനക്ക് ബാത്റൂമിൽ പോകണോടാന്ന് ചോദിക്കും. പ്രതികൾ പറയും വേണ്ട, അല്ല ബാത്റൂമിൽ പോയിട്ട് വാ, ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പറയും. എന്തിനാണ്? അതിനകത്ത് പോയിട്ടാണ് കുറച്ചു നേരം മുമ്പൂടി ഒന്ന് അഴിച്ചു വെക്കാൻ. അപ്പൊ അതുപോലെ നെതന്യാഹു ഇപ്പൊ ഒന്ന് ശ്വാസം പിടിച്ചൊക്കെ നിന്നിട്ട് ഹമാസിനെയൊക്കെ ഒന്ന് എന്താ പറയാ, ഒന്ന് ഹമാസ് നമ്മൾ പിന്മാറാം, ഹമാസ് എന്താന്ന് വെച്ചാൽ പലസ്തീൻ തുടങ്ങട്ടെ. അപ്പൊ ഇനി ഇപ്പുറത്ത് നോക്കുമ്പോ അപ്പൊ മറ്റേ ഇദ്ദേഹം വന്ന് പറഞ്ഞു, അവരുടെ ഒരു തീവ്ര വലതുപക്ഷ നേതാവുണ്ട്, അദ്ദേഹം വന്ന് പറഞ്ഞു അണ്ണനെ അടിക്കാനാണ് ഇവിടെ ആള് അണ്ണ പഞ്ഞമില്ലാത്ത, ഇപ്പുറത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്, ഇറാന്, ഹിസ്ബുള്ള, യുവത്തികള്. അപ്പൊ എന്തായാലും അങ്ങനെ അടിക്കാൻ ആള് പഞ്ഞമില്ലല്ലോ. അവിടെയൊക്കെ ഈ വൈറ്റ് ഫോസ്ഫറസ് ഒക്കെ ഇടുന്നു. അതായത് വൈറ്റ് ഫോസ്ഫറസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആള് അസ്ഥികൂടമായി പോകും, നിപ്പിന് അസ്ഥികൂടമായി പോകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഞാൻ ഒരു സംഭവം തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അണ്ണനെ പറ്റി തന്നെ അഭിമാനം തോന്നി കുറച്ചു നേരം എഴുന്നേറ്റ് നിന്ന് പാർലമെന്റിൽ എന്നൊക്കെയാണ് പറയുന്നത്. തന്നെയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ ഹമാസിനെ അടിക്കാൻ പറ്റൂല, ഇനിയിപ്പോ കഴിഞ്ഞ് അവരെ തന്നെ അടിച്ച് തീർത്തോളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നെതന്യാഹു എന്താണ് പറയുന്നത്, ഇസ്രായേലിന് എന്തെങ്കിലും കിട്ടിയാൽ ഇവരെ വിളവാരത്തിട്ട് അടിച്ചോടിക്കണം,
അടിച്ചോടിച്ച് കൊല്ലണമെന്ന് വിചാരിച്ച ഒരുത്തനാണ് ഇന്നലെ പാലസ്തീനികളുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിന്റെ കൈകൊണ്ട്, ഹമാസിന്റെ ആണോ മറ്റേ മിലിഷ്യയുടെ കയ്യിൽ നിന്നാണോ എന്നാണോ, ആരുടെ കൈയാണെങ്കിലും ചത്തു അവൻ. അപ്പൊ ഇസ്രായേലിൽ അതിലൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ഇവനെ കിട്ടി കുറച്ചാള് ജയിലിലൊക്കെ കൊണ്ടിട്ട് ഒന്ന് പീഡിപ്പിച്ചിട്ട് ഇസ്രായേലിലെ കൊടിയൊക്കെ ഒന്ന് ചുംബിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കൊന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് നടക്കൂല. കാരണം ഇവൻ നേരത്തെ തട്ടിപ്പോയി എന്നുള്ളത് കൊണ്ട് അത് നടക്കില്ല എന്നൊരു വിഷമം മാത്രമേ ഇസ്രായേലിനുള്ളൂ. ബാക്കി എന്തായാലും എന്താ പറയാ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സമാധാനം പുലരും എന്ന് തന്നെ വിശ്വസിക്കാം. അത് ഈ പറയുന്ന പോലെ ഹമാസിന് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ മുമ്പിൽ ഇല്ല. കാരണം എല്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം.